ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കേരള ബൈക്കേഴ്സ് വിക്ടോറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈക്കേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ മെൽബണിൽ. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിലുള്ള ഒരു റൈഡാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വാച്ച് ആൻഡ് എൻജോയ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഒരു മീറ്റിംഗ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ടെമ്പിൾ സ്റ്റൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ അങ്ങോട്ടാണ് എൻ്റെ ഈ യാത്ര. അവിടെ നമ്മൾ 10 പേരാണ് ഏകദേശം ഇന്ന് വരാൻ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ 2 കപ്പിൾസും കൂടി ഇപ്രാവശ്യം നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ അവർ അവിടെ നിന്നല്ല, അതിൻ്റെ മറ്റൊരു സ്ഥലത്തുനിന്ന് നമ്മുടെ കൂട്ടത്തിൽ സാധാരണ വരാറുള്ള നമ്മുടെ സിബിച്ചേട്ടനൊരു ഷൈനി ചേച്ചിയുണ്ട്. അവരുടെ വീട്ടിൽ നിന്ന് അടുത്ത ഒരു കപ്പിളും കൂടി ഉണ്ട്. അങ്ങനെ അവർ അവിടെ വരും. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ റൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു നെജിൻ ബായി ഉണ്ട്. പുള്ളി നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ന്യൂജി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ന്യൂജി പബ്ബിലാണ് ലഞ്ച് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നെജിൻ അങ്ങോട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ആ കാഴ്ചയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗൈസ്, അങ്ങനെ പറഞ്ഞ പോലെ ടെമ്പിൾ സ്റ്റോയിലുള്ള ഒരു പെട്രോൾ സ്റ്റേഷനിലാണ് നമ്മൾ മീറ്റപ്പ് ചെയ്തത്. എല്ലാ ജേർണികളും മിക്കവാറും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പെട്രോൾ ബങ്കിൽ നിന്നായിരിക്കും. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് പോരുന്നത്. നമുക്ക് പുതിയതായിട്ട് 2 റൈഡേഴ്സും ഉണ്ട്. അപ്പോൾ ചെറിയൊരു കാപ്പിക്കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉടൻ തന്നെ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. യാത്രാമധ്യയുള്ള ഷുഗർ ലോഫ് റിസർവോയറിലും ഇറങ്ങി അവിടുത്തെ കാഴ്ചകളും കണ്ടിട്ടാണ് നമ്മൾ യാത്ര തുടർന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാവർക്കും ഒരു താക്കീതെന്നുള്ള നിലയ്ക്ക് ഇവിടെ ഒരു ബൈക്ക് ആക്സിഡൻറ്റും നടന്നിരിക്കുകയാണ്. അപ്പം നമുക്കെല്ലാവർക്കും ബൈക്കെന്ന് പറഞ്ഞാൽ തന്നെ പലതരത്തിലുള്ള അപകടങ്ങളുണ്ട്. ഇതിപ്പം വേറൊരു ഗ്രൂപ്പാണ്, നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടതാണ്. ഇപ്പം ജസ്റ്റ് നടന്നതേ ഉള്ളൂ. ഗ്രൂപ്പിലെ ആളുകളൊക്കെ അവിടെ നിന്ന് ട്രാഫിക് മാനേജ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരാൾ ഇങ്ങനെ സൈഡിൽ വീണ് കിടപ്പുണ്ട്. അപ്പം ആംബുലൻസൊക്കെ വരാനായിട്ട് അവരങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു താക്കീതാണ്. മര്യാദയ്ക്ക് അല്ലെന്നുണ്ടെങ്കിൽ സ്പീഡൊന്നും കൂടാതെ, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ വളവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം കയ്യിൽ നിന്ന് പോയി സൈഡിൽ ഇടിച്ചതാകാനാണ് ചാൻസ് കൂടുതൽ. ഏതൊക്കെയായാലും നമ്മൾ അതൊക്കെ കണ്ട് അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്ത് നേരെ നമ്മുടെ സിബിച്ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അദ്ദേഹം അവിടെ കട്ടൻ കാപ്പിയും കേക്കും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏതൊക്കെയായാലും കട്ടൻ കാപ്പിയും കേക്കും കുടിച്ചിട്ട് വേണം ഇനി ബാക്കിയുള്ള യാത്ര തുടരാനായിട്ട്. ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാരാ വാലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. യാരാ വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒത്തിരി വിന്യാർഡ്സ് ഉള്ള ഒരു സ്ഥലമാണ് യാരാ വാലി. അപ്പം ഇതിൽ നേരെ ഹിൽസ്വിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു ഭൂപ്രദേശത്തുകൂടി ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പോകുവാനായിട്ട് വളരെ രസമാണ്.
അങ്ങനെ നമ്മൾ ഡോൺ വാലി എന്ന മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലത്തെത്തി. ഇവിടെയാണ് നമ്മുടെ സുബിചേട്ടൻ എയർ ബി ആൻഡ് ബി നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോം. അദ്ദേഹത്തിന് മറ്റൊരു ഭവനവും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭവനത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ഇന്നിപ്പം ഗസ്റ്റ് ഇല്ല, അതുകൊണ്ട് അവരിന്ന് അവിടെയുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളോട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാലും അവരുടെ സ്നേഹാദരമായിട്ടുള്ള ആ ഒരു സൽക്കാരം സ്വീകരിച്ചതിന് ശേഷം വേണം ഇവിടുന്ന് വീണ്ടും യാത്ര തുടരുവാനായിട്ട്. സുബിചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി ഞങ്ങൾ ഏത് സമയത്ത് എപ്പോൾ പോയെന്നാലും അവരുടെ വീട്ടിലൊന്ന് കയറണം. അവിടുന്ന് നമ്മളെ സൽക്കരിക്കാതെ അവർ രണ്ടുപേരും വിടത്തില്ല. അപ്പം ഏതൊക്കെയാലും ഇന്ന് അതിപ്പോൾ എത്ര പേരുണ്ടായാലും ഇന്നിപ്പോൾ ഞങ്ങൾ 10 പേരുണ്ട്. 10 പേർക്കുള്ള കാപ്പിയും കേക്കും അവിടെ റെഡിയാണ്. അത് കഴിച്ചിട്ട് വേണം നമുക്ക് ഇനി നേരെ ലഞ്ച് കഴിക്കുവാനായിട്ട് പോകുവാനായിട്ട്. അങ്ങനെ സിബിചേട്ടൻ നമ്മുടെ പുതിയ മെമ്പേഴ്സിനെയൊക്കെ പരിചയപ്പെട്ട് എല്ലാവരെയും നല്ല വെൽക്കം ചെയ്ത് വീട്ടിനകത്തേക്ക് സ്വീകരിക്കുന്ന രംഗങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ കാപ്പുകുടിയും സൽക്കാരവും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ന്യൂജി പബ്ബിലേക്ക് യാത്ര തുടർന്നു. ഇനിയുള്ള ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാര ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ന്യൂജിയിലേക്കുള്ള അതിമനോഹരമായിട്ടുള്ളൊരു വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അതിഭയാനകമായിട്ടുള്ള കാടാണ്. ആ കാടിൻ്റെ നടുവിലൂടെയുള്ള ഒരു കാനന പാതയിലൂടെയാണ് നമ്മൾ ഇനിയിപ്പം ന്യൂജിയിലേക്ക് പോകുന്നത്. ആൾത്താമസമുള്ള ഈ ഒരു പ്രദേശത്ത് ഇവിടെ നിരവധി സ്ട്രോബെറി ഫാമുകൾ, അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൾ ഫാമുകൾ, അതൊക്കെ നിറയെയുള്ള ഒരു പ്രദേശമാണ് ഈ ഒരു യാര ജംഗ്ഷൻ ആൻഡ് സറൗണ്ടിങ്സ്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ നേരെ ന്യൂജിയിലേക്ക് പോകുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു റൈഡാണ് ഇവിടുന്ന് പോകുന്നത്. തന്നെയുമല്ല ഇന്നത്തെ വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര വെതറാണ്. നല്ല ഭംഗിയാണ് ഇതിലെ ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പോകുവാനായിട്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ന്യൂജിക്ക് അടുക്കാറായി കഴിഞ്ഞപ്പോൾ ന്യൂജിയിലുള്ള അടുത്ത ഒരു സംഭവമാണ് ദേ ഇവിടെ ഒരു അടിപൊളി ഒരു തടി പാലമുണ്ട്. അപ്പോൾ ആ പാലം കാണാനായിട്ടാണ്. അത് പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടുന്ന് തടി ഇവിടുന്ന് വെട്ടി ട്രെയിനേൽ ഇങ്ങനെ ഈ പാലത്തെ കൂടെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്.
എന്നിട്ടത് മെൽബൺ പോർട്ടിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് പിന്നെ ഇംഗ്ലണ്ടിലേക്കുമൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു പാലമാണ്. അതിപ്പോഴും അതുപോലെ തന്നെയുണ്ട്. നമുക്കിപ്പോൾ അവിടെ ട്രെയിനൊന്നുമില്ല, പക്ഷേ നമുക്കതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ നടക്കാനും സൈക്കിൾ പാത്തും ഒക്കെ ആയിട്ട് അതിങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കണം. അതൊരു ഹിസ്റ്റോറിക് ഒരു ബ്രിഡ്ജാണ്. അപ്പം നമ്മൾ ഏതൊക്കെയാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അത് കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് ഓർത്തു. ആ കാണുന്നതാണ് ആ പാലം കേട്ടോ. നമ്മുടെ കപ്പിൾസാണ്, നമ്മുടെ മാത്യുവും അതുപോലെ തന്നെ ഹാൻസി അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ്? ഹൗ വാസ് ദ റൈഡ്? ഗുഡ്. ഫസ്റ്റ് ടൈം ഇൻ എ ഗ്രൂപ്പ്? ഓക്കെ. ഡിഡ് യു എൻജോയ്? I did, yeah. Need more practice, but yes. Need more practice for who? Sitting in the back. I thought it's... He has to bring me more. Oh, yeah. Matthew, you have to. ഉണ്ടായിരുന്ന സന്തോഷം പോയെന്ന്. പലപ്പോഴും ഒക്കെ ഒറ്റയ്ക്ക് പൊക്കോണ്ടിരുന്ന അല്ലേ. ഓക്കെ. ഇപ്പൊ which is good. You need a good company. അങ്ങനെ നമ്മുടെ ഇവിടെ ഈ ഒരു പാലമെല്ലാം കണ്ടിട്ട് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത് ന്യൂജി പബ്ബിലേക്ക് പോവുകയാണ്. പബ്ബിൽ എന്ന് പറഞ്ഞ പേരേ ഉള്ളൂ കേട്ടോ, നമ്മളാരും കള്ളൊന്നും കുടിക്കുന്നില്ല. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഉടൻ തന്നെ ഇപ്പോൾ ഏകദേശം 12:15 12:30 നമ്മളവിടെ ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ വന്ന രണ്ട് പേരാണ്. പറഞ്ഞേ പേര് പറ. എൻ്റെ പേര് മെൽബിൻ. നാട്ടിലെവിടെയോ? കട്ടിപ്പാറ കോഴിക്കോട്. കോഴിക്കോട് എന്നുള്ള ആരാ നമ്മുടെ ഇവിടുത്തെ ഉള്ളത്? ടോസി. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ യാത്ര? അടിപൊളിയായിരുന്നു. ആണോ? ഗ്രൂപ്പ് റൈഡ് ആദ്യമായിട്ടല്ലേ? ഓക്കെ. അപ്പം വെൽക്കം ടു ദ ഗ്രൂപ്പ്. നമുക്ക് ഇനി അടുത്ത ഇനിയിപ്പോൾ ഇതിനും എല്ലാത്തിനും ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. പിന്നെ അടുത്തയാൾ ഇതാണ്. അതിന് പേരെങ്ങനെയാന്ന് പറഞ്ഞത്? അലൻ എവിടെയാ? നാട്ടിലെവിടെയാ? ഞാൻ കാഞ്ഞിരപ്പള്ളി. അവിടെ സിബിചേട്ടന്റെ അയൽവാക്കാണോ? 4 കാഞ്ഞിരപ്പള്ളിക്കാരാണ്. അതെ. ചേട്ടൻ ഇന്ന് ഞങ്ങൾ വേറൊരു പേരിട്ടിട്ടുണ്ട്, കപ്പിൾസിന്റെ മധ്യസ്ഥൻ. കത്തിച്ചു വെച്ചു. കപ്പിളുകളുടെ മധ്യസ്ഥനായിട്ട് ചേട്ടനെ പ്രഖ്യാപിച്ചു. നേർച്ചപ്പെട്ടി. ഇപ്പൊ എല്ലായിടത്തും മൊബൈലിന് വരെ പുണ്യാളനാ, മൊബൈൽ പുണ്യാളൻ. അപ്പൊ അലൻ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ റൈഡ്? അടിപൊളി. നമ്മുടെ കൂട്ടത്തില് കോൺഫിഡന്റ് ആയിരുന്നോ? നമ്മളത്ര സ്പീഡിലൊന്നും അല്ലായിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓക്കെ. ഏതാ വണ്ടി ഓടിക്കുന്നത്? ഏതാ? കാവസാക്കി വേഴ്സൈസ് 1100. ഓക്കെ. നല്ലതാണോ? നല്ല കംഫർട്ടാണോ? കുഴപ്പമില്ല. ഓക്കെ. ശരി. എത്ര നാളായി എടുത്തിട്ട്? 5-6 മാസമായല്ലോ. അടിപൊളി. ബ്യൂട്ടിഫുൾ. അങ്ങനെ അവിടുന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ ന്യൂജി പബ്ബ് ലക്ഷ്യമാക്കി യാത്രയായി. ഗൈസ്, ഈ ന്യൂജി പബ്ബിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള പഴയ ഒരു പബ്ബാണ്.
ഒത്തിരി വർഷങ്ങൾക്ക് ഉള്ള ഒരു പബ്ബാണ്. ഇവിടെ ഇതുണ്ടോ, ഇതാണത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡിന്, അതുപോലെ തന്നെ ബൈക്ക് റൈഡിങ്ങിന്, പിന്നെ ഇവിടെ മൗണ്ട് ബോബോയിൽ നിന്ന് പോകുന്ന ആൾക്കാർ, അവിടുന്ന് വരുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഓഫ് റോഡിങ് തന്നെയല്ല, ഇവിടെ തൊട്ടടുത്ത് തന്നെ ടുറോങ്കോ ഫോൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അത് കാണാൻ വരുന്നവർ, അങ്ങനെ ഇവിടെ വളരെയധികം ആളുകൾ വരുന്ന ഒരു പബ്ബാണിത്. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണ സാധനങ്ങളൊക്കെ വന്നു. രുചികരമായിട്ടുള്ള അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ന്യൂജി ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ മെൽബണിലേക്ക് യാത്ര ചെയ്തു. അങ്ങനെ യാത്ര ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജെറിബയുടെ ഫോൺ വന്നു. വീട് വരെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല പഴംപൊരിയും കട്ടൻ കാപ്പിയും തരാമെന്ന്. പിന്നെ ഒന്നും മടിച്ചില്ല. ഊണ് കഴിഞ്ഞ് ക്ഷീണം മാറ്റാനായിട്ട് നേരെ വണ്ടി ജെറിബയുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ അവിടെ ചെന്ന് പഴംപൊരിയും ചായയും ഒക്കെ കുടിച്ച് നേരെ ജെറിബയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പിരിഞ്ഞു. അപ്പം ഇതുപോലെ ഓസ്ട്രേലിയയിലെ മലയാളികളുടെ ജീവിതം കാണുവാനായിട്ട്, ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ പേജ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോ കാണുന്നതിനും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.